കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. എത്രയും വേഗത്തിൽ അശ്വതിയെ ഈ നാട്ടിൽ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ശ്യാമ ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്നതിന് മുൻപ് അവളെ പറഞ്ഞു വിട്ടിരിക്കണം. അരുൺ എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാ ഓരോന്നിലും ഇടപെടുന്നത്. അവൻ യാതൊരു കാരണവശാലും അശ്വതി കാണാൻ പാടില്ല. പല സാഹചര്യങ്ങളിലും നമ്മുടെ കുടുംബത്തിന് പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അഖിശ്യാമ വിവാഹം, ജഗന്റെ മോളുടെ ആത്മഹത്യ. പക്ഷേ അതൊന്നും ഇതിന്റെ അത്ര മനസ്സൊലിക്കുന്നതല്ല. അമ്മ പറ, ഞാൻ അതുപോലെ ചെയ്യാം. എന്ത് വേണേലും ചെയ്യാം. ഏത് അറ്റം വരെയും ആലോചിക്കാം. അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അരുൺ അവളെ കാണരുത്. അരുണിന്റെ കുടുംബത്തിന് ഉലച്ചിലുണ്ടാവരുത്. അതിനവളെ വേഗത്തിൽ ഈ നാട്ടിൽ നിന്ന് മാറ്റണം. അമ്മേ, മനഃപൂർവ്വം തന്നെയാ അവൾ വന്നിരിക്കുന്നത്. അന്ന് നമ്മൾ ചെയ്തതിനൊക്കെ പ്രതികാരമായിരിക്കും അവളുടെ ഉദ്ദേശവും. അങ്ങനെയൊന്നുമല്ല. അവള് ഏതോ ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തിയതാ. മനഃപൂർവ്വമായിട്ടായിരുന്നെങ്കിൽ അന്ന് ഞാനും ഐശ്വര്യം കൂടി അവളെ കൂട്ടിക്കൊണ്ടുവന്നില്ലേ തെറ്റിദ്ധരിച്ചിട്ട്. അന്ന് സന്തോഷമായിട്ട് കൂടെ വരണമായിരുന്നു. അന്ന് ഒഴിഞ്ഞു മാറാൻ അവള് നോക്കിയേ. അതിനൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും അമ്മേ. പണ്ട് അരുണിനെ രക്ഷിക്കാൻ നമ്മൾ നടത്തിയ നീക്കം പോലെ അതിലും ശ്രദ്ധയോടെ നമ്മൾ വീണ്ടും നീങ്ങണം. അമ്മ വിഷമിക്കാതെ, ഞാൻ ഏറ്റു. അവളെ ഒന്ന് കാണണം. ഹലോ. ഹലോ, ആരാ സംസാരിക്കുന്നേ? അത് പറയാം. അതിനു മുമ്പ് നീ പറയ്, നീ ആരാ? എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങളാരാ? അത് പറഞ്ഞില്ലേ ഞാൻ ഫോൺ കട്ട് ചെയ്യും. നീയും ആനന്ദ നിലയത്തിലെ ആദിത്യവർമ്മയും തമ്മിൽ എന്താ ബന്ധം? വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ഉരുണ്ട് കളിച്ച് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. വളരെ വ്യക്തമായിട്ട് പറയണം. നീ ആരാ? എന്തിനാ ഈ നാട്ടിൽ വന്നേ? നീ എവിടുന്നാ വരുന്നേ? അന്ന് മോളുമൊത്ത് എൻ്റെ അമ്മയോടൊപ്പം എൻ്റെ വീട്ടിൽ വന്ന എന്തിനാ? എൻ്റെ അമ്മയ്ക്ക് രക്തം കൊടുക്കാൻ കൃത്യമായി അന്ന് ആശുപത്രിയിൽ എത്തിയത് എങ്ങനെയാ? ഒക്കെ എനിക്കറിയണം. പറഞ്ഞേ പറ്റൂ. നീ എന്നോട് സംസാരിക്കുന്ന ആരാ? അതാരെങ്കിലും ആയിക്കോട്ടെ. ആദ്യം ഞാൻ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയും. വേഗം പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ആരാണെന്ന് പറഞ്ഞാലേ ഞാൻ എന്തേലും പറയും. ഞാൻ അരുൺ വർമ്മ, ആദിത്യവർമ്മയുടെ അനിയൻ. ഹലോ. ഹലോ. എന്താ ഞാൻ ആരാണെന്ന് പറഞ്ഞപ്പോ പെട്ടെന്നൊരു വിറയല്? വിറച്ചാലും കരഞ്ഞാലും ഒന്നും ഒരു രക്ഷയുമില്ല. നീ ഈ നാട്ടിൽ നിന്ന് പോണം, മനസ്സിലായല്ലോ? തൻ്റെ മോളോട് അന്ന് എനിക്കൊരു വാത്സല്യം തോന്നി. ഒരു പ്രത്യേക വാത്സല്യം. ആ ഒരു സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. എൻ്റെ ഏട്ടൻ ഒരു നല്ല മനുഷ്യനാ. നല്ലൊരു ഭാര്യയുണ്ട്. അത് ഞങ്ങളുടെ ഏട്ടത്തെയാ. 2 മക്കളുമുണ്ട്. ഞങ്ങളുടെ കുടുംബം പേര് കേട്ടൊരു കുടുംബമാണ്. നീ കാരണം അതൊക്കെ ഒരു തകർച്ചയുടെ വക്കില്ല. ഏട്ടനെ രക്ഷപ്പെടുത്താൻ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങിയതാ. പ്ലീസ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കരടായിട്ട് നീ മാറരുത്. എനിക്കും നിങ്ങളുടെ ഏട്ടനും തമ്മിൽ ഒരു തെറ്റായ ബന്ധവുമില്ല, സത്യമായിട്ടുമില്ല. ഇനി എന്നെ വിളിക്കരുത്. ഹലോ. ഫോൺ കട്ട് ചെയ്ത് പോയി എന്ന് കരുതി ഞാൻ വിടാൻ പോകുന്നില്ല. ആരാ വിളിച്ചേ? ആ,
അരുണേട്ടന്റെ പരിചയത്തിലുള്ള ഒരാൾ വിളിച്ചാ. ആരാ വിളിച്ചേന്ന് പറ. ആദിത്യനല്ല, അത് ഉറപ്പാ. ആദിത്യനല്ല. അരുണ വിളിച്ചത്. ആരാ വിളിച്ചത്? അവനോ? ആ അരുണോ? അമ്മ ഇതിലൊന്നും ഇടപെടണ്ട. ഞാൻ ഇടപെടണ്ടെന്നോ? ഇടപെടും, ഞാൻ ഇടപെടും. ഞാൻ ആ ജയേഷിനെ വിളിച്ചു പറയാൻ പോവാ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന്. ദേ, അമ്മ അങ്ങനെ വിളിച്ചു പറഞ്ഞ അടുത്ത നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ പറഞ്ഞാണെന്ന് അമ്മയ്ക്ക് അറിയാലോ. ഹലോ ഏട്ടാ. ആ ഡാഗി, ശ്യാമയ്ക്ക് എങ്ങനെയുണ്ട്? ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് ഏട്ടാ. ഡാ, ഞാൻ നിന്നെ വിളിച്ചതേ, ഇന്ന് ഞാൻ അവളുടെ വീട്ടിൽ പോവാ. ആരുടെ വീട്ടിലേട്ടാ? ആ അശ്വതിയുടെ വീട്ടിൽ. അശ്വതിയുടെ വീട്ടിലോ? അതേടാ, നമ്മുടെ വീട്ടിലെ കുഴപ്പങ്ങൾക്ക് പ്രധാന ഉത്തരവാദിയായ ആ പെണ്ണിന്റെ വീട്ടിലേക്ക്. നമ്മള് ആദിയേട്ടനെ എന്തൊക്കെ ഉപദേശിച്ചതാ. ആ പെണ്ണുമായിട്ട് ആദിയേട്ടന് ബന്ധമൊന്നുമില്ലാന്ന് ആദിയേട്ടൻ നമ്മളെ രണ്ടുപേരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷേ ഏട്ടൻ ഇപ്പോഴും ആ പെണ്ണിന്റെ പുറകെ തന്നെയാ. എന്തായാലും അവളെ നേരിട്ട് കണ്ട് ഞാൻ സംസാരിക്കാൻ പോവാ. അല്ലേട്ടാ, ആദ്യേട്ടൻ ഇതറിഞ്ഞ ദേഷ്യാവില്ലേ? ആ ആവട്ടെ, ബാക്കി എന്താന്നൊക്കെ അപ്പം ആലോചിക്കാം. ഏട്ടന് നമ്പർ എങ്ങനെയാ കിട്ടിയേ? അതൊക്കെ കിട്ടി. അവളുടെ വീട്ടിൽ പോകുന്ന കാര്യം നിന്നെ ഒന്ന് അറിയിക്കാന്ന് കരുതി, അതിനാണ് ഞാൻ വിളിച്ചത്. പക്ഷേ ഏട്ടാ, എല്ലാ വശവും ചിന്തിച്ച് വേണം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ. എല്ലാ വശവും ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. അതിൽ തന്നെ നേരിന്റെ വശമാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഞാൻ ചെയ്യുന്നതും നേരായ കാര്യം തന്നെയാണ്. ശരി, ഞാൻ പോയിട്ട് വന്നിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാം. ആ ശരി ഏട്ടാ. ശരി എന്നാ. ശ്യാമേ, ഈ അരുണേട്ടന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഒട്ടും മനസ്സിലാക്കുന്നില്ല. അരുണേട്ടൻ ആ കുട്ടിയില്ലേ അശ്വതി, ആദ്യേട്ടൻ അന്വേഷിച്ചു വന്നു എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ പോവാ. എന്താ ശ്യാമ? എന്താ ശ്യാമേ? എന്താ കാര്യം പറ. എനിക്ക് മനസ്സിലാവുന്നില്ല പറയുന്ന എന്താന്ന്. എന്താ ശ്യാമ? ഞാൻ അരുണേട്ടനോട് പറഞ്ഞതാ, പക്ഷെ അരുണേട്ടൻ വാശിയില്ല. പിന്നൊന്ന് ആലോചിക്കുമ്പോ അരുണേട്ടൻ കാണുന്നത് നല്ലതാ. എന്ത് പറ, എന്തിനാ വിളിക്കുന്നത്? ഇനിയിപ്പം വിളിച്ചാലും അരുണേട്ടൻ ഫോൺ എടുക്കില്ല. എന്താ ശ്യാമ? എന്താ ശ്യാമ? നീ എന്തായി കാണിക്കുന്ന? എടുക്കില്ല ഫോണ്. എന്താ നീ എന്താ കാണിക്കുന്നേ? ശ്യാമ, എന്തിനാ വിളിക്കുന്നേ ഇപ്പോ? എന്താ മോളെന്താ പറയാൻ ശ്രമിക്കുന്നേ? എന്താ? അല്ല, ഈ കൊച്ചിന് എന്തോ ഉപദ്രവ ഇത്. ദേ, അഖിലിന്റെ ഷർട്ടൊക്കെ വലിച്ചു കീറുമല്ലോ. ശ്യാമേ, എന്താ കാര്യം? ഒന്നുമില്ല, അരുണേട്ടൻ ഒരാളെ കാണാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞതാ. എന്തായാലും ഞാൻ വിളിക്കാം. ഓക്കേ. നോട്ട് റീച്ചബിൾ ആണ്. ശ്യാമേ,
എന്താ മോനെ കാര്യം അത് പറ. ഏയ് ഇല്ല ചാ, ഒന്നുമില്ല. ആ എന്തൊക്കെയോ അതിഭീകര രഹസ്യങ്ങളുമായിട്ടാ എല്ലാവരും നടക്കുന്നേ. ഒന്ന് വെറുതെ ഇരിക്കണ്ടേ ജയന്തി? ആ കണ്ട, ജയന്തി വാ തുറന്നോ അത് കുറ്റം. ഇവിടെ വാ തുറക്കാൻ പറ്റാത്ത ഒരാൾ കാണിക്കുന്ന ബഹളം ആരും കാണുന്നില്ല. ഒന്നുമില്ല ചാ, ഒന്നുമില്ല. നിങ്ങൾ ചെല്ല. വാ. അരുണേട്ടൻ ആ അശ്വതിയെ കണ്ട ബഹളാവൂന്നാണ് നിനക്ക് പേടി? അരുണേട്ടൻ എന്തും ചിന്തിച്ചേ പെരുമാറൂ. അതുമല്ല, ആദ്യേട്ടൻ മുൻപ് എനിക്കും അരുണേട്ടനും വാക്ക് തന്നതാ, ഇനി ആ കുട്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ലെന്ന്. എന്നിട്ട് വീണ്ടും ഇപ്പൊ പ്രശ്നം തുടങ്ങിക്കാണും. എന്തായാലും അരുണേട്ടൻ അശ്വതിയായിട്ട് സംസാരിക്കട്ടെ. എന്താ അത്യാവശ്യം കൊണ്ട് കാണണമെന്ന് പറഞ്ഞേ? ശ്യാമയുടെ ശബ്ദം പോയിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ഒരു ഗെയിം കൂടി ഒന്ന് നോക്കിയാലോ? എന്ത് ഗെയിം? നമ്മുടെ കമ്പനിക്ക് വേണ്ടിയും വിസ്മയ്ക്ക് വേണ്ടിയും നമ്മൾ പുതിയ സിംഗേഴ്സിനെ എടുക്കാൻ തീരുമാനിച്ചു. അതൊക്കെ ശരി. പക്ഷെ ജഗൻ, ഇനി എത്രയൊക്കെ സിംഗേഴ്സ് വന്നാലും ശ്യാമയ്ക്കൊപ്പം വരില്ല. ശ്യാമയുടെ സ്വരമാധുരി, താളബോധം, രാഗം, ഭാവം ഒന്നും ഇത്രയും തെളിഞ്ഞ് മറ്റൊരു പാട്ടുകാരിയിലും ഞാൻ കണ്ടിട്ടില്ല. അരുന്ധതി എന്താ ഉദ്ദേശിക്കുന്നത്? ശ്യാമ തന്നെ വിസ്മയ്ക്ക് വേണ്ടി പാടണം. നമ്മുടെ കമ്പനിക്ക് വേണ്ടി പാടുന്നതും അവൾ തന്നെ ആയിരിക്കണം. ഈ പൊട്ടത്തരം പറയാനാണോ അത്യാവശ്യമാണെന്നും പറഞ്ഞ് എന്നെ ഈ വിളിച്ചു വരുത്തിയത്? ആ ശബ്ദം പോയി കിടക്കുന്ന ശ്യാമ എങ്ങനെ പാടുമെന്നാ? അവൾ ഇനി ഈ ലോകത്ത് ആർക്കു വേണ്ടിയും പാടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അവളുടെ ശബ്ദം കളഞ്ഞത്? നമ്മൾ അവളുടെ ശബ്ദം കളഞ്ഞത് അവളെ പിടിക്കാനുള്ള ചൂണ്ടയാണെങ്കിലോ? തെളിച്ചു പറ അരുന്ധതി. ശബ്ദം നഷ്ടപ്പെടുത്തിയതുപോലെ അത് വീണ്ടെടുക്കാനും അയാളുടെ കയ്യിലും മരുന്നുണ്ട്. ആണോ? അതെ, അതാണ് നമ്മൾ വയ്ക്കാൻ പോകുന്ന ഒരു ചെക്ക്. ഞാൻ അഖിലിനെ ശ്യാമയും ചെന്ന് കാണും. ആജീവനാന്തകാലം വിസ്മയ്ക്ക് വേണ്ടി ശ്യാമ പാടാമെന്ന് സമ്മതിച്ചാൽ ശബ്ദം തിരിച്ചു കിട്ടാനുള്ള മരുന്ന് തരുമെന്ന് ഞാൻ പറയും. ശ്യാമയുടെ ശബ്ദം എങ്ങനെയും തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാ അഖിലും കുടുംബവും. നമ്മുടെ ഈ ഓഫർ ഉറപ്പായിട്ടും അവൻ സമ്മതിക്കും. അത് അരുന്ധതി പറയുന്നത് സത്യമാ. വൈദ്യന്റെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങിക്കൊടുത്ത് ശ്യാമയുടെ ശബ്ദം നമ്മൾ വീണ്ടെടുക്കും. ശബ്ദത്തെ മാത്രമല്ല, ശ്യാമയും തിരിച്ചു പിടിക്കും. പിന്നവള് നമ്മുടെ അടിമ. പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് കാര്യങ്ങൾ നടന്നാൽ ഓക്കെയാണ്. ഇതിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഒന്നുമില്ല ജഗൻ. വാസ്തവത്തിൽ നമ്മൾ ഈ മരുന്നിനെ കുറിച്ച് അഖിലിനോട് അറിയിക്കേണ്ട താമസമേ ഉള്ളൂ. അടുത്ത നിമിഷം തന്നെ അഖില് സമ്മതിക്കും. അത് ശരിയാ. ശ്യാമയുടെ തലമുടി നാറിന് പോലും ദോഷം വരുന്ന ഒരു കാര്യവും അഖിലിന് സഹിക്കാൻ പറ്റില്ല. ഒരു പ്രധാന കാര്യം നമ്മൾ ഓർക്കേണ്ടത്, എന്തു വന്നാലും ഈ ഒരു കാര്യത്തിൽ ഐശ്വര്യയെ നമ്മൾ ഉൾപ്പെടുത്തരുത്. വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണെന്നുള്ളത് ഒരു കാരണവശാലും അവൾ അറിയരുത്. അത് ഞാൻ അരുന്ധതിയോട് പറയാനിരിക്കുകയായിരുന്നു. കാര്യം ഐശ്വര്യം നമ്മുടെ കൂടെ നിൽക്കുന്നെങ്കിലും ഈ രഹസ്യം അവളുടെ കയ്യിൽ കിട്ടുന്നത് അപകടമാണ്. എന്തായാലും എന്റെ നാവിൽ നിന്നും ആ രഹസ്യം ഐശ്വര്യ അറിയാൻ പോകുന്നില്ല. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് തന്നെ അരുന്ധതി ചെന്ന് ശ്യാമയെ കാണണം. മരുന്നിനെ കുറിച്ചും കരാറിനെ കുറിച്ചും ഒക്കെ അറിയിക്കേ. ശ്യാമ ഇപ്പൊ അവളുടെ കുടുംബ വീട്ടിലാ. അവിടെ ചെന്ന് കാണുന്നത് തന്നെയാ സൗകര്യം. എന്തായാലും അങ്ങോട്ട് പോകുന്നതിന് മുൻപ് വൈദ്യനെ കണ്ട്
ആ മരുന്ന് എങ്ങനെയാ കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കണം. ശ്യാമ, അവളിപ്പോ ഏത് അവസ്ഥയിലായിരിക്കും? എന്റെ കൃഷ്ണ, അരുണേട്ടൻ അശ്വതിയെ കാണോ? അങ്ങനെ കണ്ട അതോടെ എല്ലാം കഴിഞ്ഞു. അവര് തമ്മിൽ കാണാൻ സാധിക്കരുതേ. അശ്വതിയെ വിളിക്കാം. ഫോൺ റിങ് ചെയ്യുമ്പോ മെസ്സേജ് അയക്കാം. അല്ല, ഇവളെന്തിനാ നേരത്തെ വെപ്രാളം കാണിച്ചേ? ഇതിലെന്തോ രഹസ്യമുണ്ട്. അല്ല, ഇവള് ഫോൺ ചെയ്യാൻ പോവാണോ? അല്ല, ഇവക്കപ്പൊ സംസാരിക്കാൻ പറ്റുമോ? എല്ലാം ഇന്ന് കണ്ടുപിടിക്കണം. അഖിലുമായി എന്തിനാ വഴക്കുണ്ടാക്കിയെന്നും കണ്ടുപിടിക്കണം. അയ്യോ ഈശ്വര, ഈ കള്ളിക്ക് സംസാരിക്കാനൊക്കെ പറ്റുമോ? ആഹാ. അമ്പടി ഭയങ്കരി. അശ്വതി ചേച്ചി, അരുണേട്ടൻ ഇപ്പൊ വരും. മറ്റെങ്ങോട്ടെങ്കിലും മാറിക്കോ. ഇവൾ ആർക്കാ മെസ്സേജ് അയക്കുന്നേ? എന്തായാലും ഇത് പൊക്കിയിട്ട് തന്നെ കാര്യം. മെസ്സേജ് അശ്വതി ചേച്ചി കണ്ടാ മതിയായിരുന്നു. ഇന്നറിയാം, ശബ്ദമില്ല കാഴ്ചയില്ല എന്നൊക്കെ അഭിനയിച്ചിട്ട് ഈ ഫോണിൽ കൂടി ആരോടാ സംസാരിക്കുന്നേന്ന്. ഈശ്വര, ഇവക്ക് ഇത്ര ശക്തി കിട്ടിയോ? എന്താ എന്താ മോളെ? ഒന്നുമില്ലമ്മേ, ഒക്കെ ഒരു തമാശയാ. മോളെ, മോൾക്ക് സുഖാണോ? അല്ല, ശ്രീകുട്ടി മോൾക്ക് ഈ അങ്കിളിനെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അങ്കിളിനെ ഞാൻ എന്നും ഓർക്കും. ഞാൻ സ്വപ്നവും കാണും. അല്ല, മോൾ എന്ത് സ്വപ്ന കണ്ടേ? അങ്കിള് സ്നേഹത്തോടെ വർത്താനം പറയുന്നതും ചോക്ലേറ്റ് തരുന്നതും ഉമ്മ തരുന്നതും കഥ പറയുന്നതും പാട്ട് പാടുന്നതും അങ്ങനെയൊക്കെ സ്വപ്നം കാണും. അങ്കിളും മോളെ കുറിച്ച് ഓർക്കാറുണ്ട്. ആണോ? അങ്കിള് എന്നെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഉണ്ട്.
മോളെ അമ്മ അമ്മ അങ്ങോട്ട് ചെല്ല്, എന്നിട്ട് ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയാം. ആരാ ആരാ വന്നത്? അമ്മ അരുണ്. അരുണോ? ചെല്ലമ്മേ, ചെല്ല. എടി കുറുമ്പി. ആരാ? അമ്മൂമ്മ ഇത് അരുണങ്കിളാ, നല്ല അങ്കിളാ. ഞാനും അമ്മയും കൂടെ ഈ അങ്കിളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ അരുൺ. ഞാൻ ഇവിടുത്തെ അശ്വതിയെ കാണാനാ വന്നത്. പറയേണ്ടതൊക്കെ ഞാൻ അശ്വതിയോട് പറഞ്ഞോളാം.